ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, സോറി എൻ്റെ സൗണ്ട് തീരെ ശരിയല്ല, കോൾഡ് എല്ലാം ഉണ്ട്. ഓക്കെ, സാറില്ല. എന്തായാലും ഞാൻ ഇന്നത്തെ എനർജി ചെക്ക് എടുക്കാൻ പോവാണ്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, ആൻഡ് ഗൈഡൻസ് ആയിട്ട് ഗണേശ മെസ്സേജസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു, കുറേ ദിവസമായി. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? ഇന്നത്തെ എനർജി നിങ്ങളുടെ ദിവസം. ഓക്കെ, 7 of Pentacles. ഓക്കെ, Emperor, King of Pentacles. ഓക്കെ, 7. ഓക്കെ, and Star. ഓക്കെ, ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ഒന്നാമത്തത്, അതിനുവേണ്ടി കുറച്ചായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് ഇപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റിംഗ് ആയിരിക്കാം അതിൻ്റെ റിസൾട്ട് വരുന്ന പോലെ. അതായത് എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നത്, അതിപ്പോൾ ജോലിയിൽ നിങ്ങൾ ചെയ്ത എഫേർട്ടിന് നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട്. അതായത് ചിലവർക്ക് പ്രൊമോഷൻ ആയിരിക്കാം, ചിലവർക്ക് കുറച്ചുകൂടി സാലറി കൂടുക, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്രിമെൻറ്റ് വരിക, ചിലപ്പോൾ വിചാരിക്കാതെ എന്തെങ്കിലും ബോണസ് കിട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. എന്തോ നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്, അതിപ്പോൾ നിങ്ങളിട്ട എഫേർട്ട് എന്ന രീതിക്ക് നമുക്ക് പറയാം, അല്ലെങ്കിൽ മണിയായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ, ഓക്കെ, ബോണ്ടോ ഷെയറോ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഒരു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടും. ആൻഡ് ഇവിടെ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ്റെ സാധ്യത എന്ന് പറയാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കിട്ടുമെന്ന് പറയാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഈവൻ വീട്ടിലായാലും ഫാമിലിയിലായാലും ഒരു പ്രൊമോഷൻ, ഒരു ലെവൽ പ്രൊമോഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അതിപ്പോൾ ഫാമിലിയിലാണെങ്കിൽ ചിലവർക്ക് മാരേജ് ഫിക്സ് ആവുന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെ കുറച്ച് ഓരോരുത്തർ ഒരുപാട് പേര് ഇവിടെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് മാരേജ് ഫിക്സ് ആവലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മയായിട്ടൊരു പ്രൊമോഷൻ എന്ന് എടുക്കുക. കാരണം ഇവിടെ എംപ്രസ്സും ഉണ്ടായിരുന്നു. സോ രണ്ടും നമുക്ക് പറയാം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. എന്തോ ഒരു പ്രൊമോഷൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. അതിപ്പോൾ ഒരു ലെവൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ലെവൽ നിങ്ങളുടെ കൂടുന്നു എന്ന് പറയാം. ഓക്കെ, പാരൻസ് ആവാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ എടുക്കാം. എല്ലാ തരത്തിലും ഒരു മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിൾ, നിങ്ങളെ കാര്യങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളത് ചെയ്യണം എന്ന രീതിക്ക്, അതായത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മതിപ്പ് നിങ്ങളെ എല്ലാവരും ലൈക്ക് ലീഡറായിട്ട് നിങ്ങളെ കണക്കാക്കുന്ന പോലെ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റ് ഏൽപ്പിക്കാം, നിങ്ങളാണ് ലീഡ് ചെയ്യുന്നത് എന്ന് പറയാം, അങ്ങനെയായിരിക്കാം. എന്തായാലും ഇവിടെ പണം വൈസ് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് ഉള്ള ഒരു ദിവസമായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിനുവേണ്ടി ഐ തിങ്ക് നിങ്ങൾ കുറച്ചായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇട്ട എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണെന്ന് വരുന്നത്. ആൻഡ് ഇവിടെ ഡിറ്റർമിനേഷൻ, യെസ്, നിങ്ങൾ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ആ ചാലഞ്ചസിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ എഫേർട്ട് എല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പോൾ പ്രൊമോഷനോ സാലറിയോ ഇൻക്രീസ് അല്ലെങ്കിൽ പോലും അതിൻ്റെ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ കിട്ടുക, മറ്റുള്ളവർ നിങ്ങളെ കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നിങ്ങളെ നന്നായി ചെയ്തു എന്ന് പറയാം, അങ്ങനെയാവാം. ഓക്കെ, ഒരു സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്തായാലും സ്റ്റാർ ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഇൻസ്പിറേഷൻ ആവുന്ന തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് മറ്റുള്ളവർക്ക് കൂടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് കൂടെ ഫീൽ ചെയ്യും. നിങ്ങൾക്കും ആക്ച്വലി സ്വയം ഇൻസ്പയർഡ് ആയിരിക്കും എന്ന് നിങ്ങൾ എന്തും ചെയ്യാൻ. ഓക്കെ, സോറി, എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ഭയങ്കര ഇതാവുന്നുണ്ട്. സോ എനിവേ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് കാണുന്ന എനർജി. കുറച്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങൾ എന്ത് ചെയ്താലും എഫേർട്ട് ഇട്ടാലും ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ഒരു റിസൾട്ട് ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പ്രൊമോഷൻ, സാലറി ഇൻക്രീസ് എല്ലാം കാണുന്നുണ്ട്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരേജ് അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പാരൻസ് ലൈക്ക് കുട്ടികളാവാൻ പോകുന്നു എന്നുള്ള ന്യൂസ് കിട്ടുക, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക്. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക, അതും പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പെക്ട് കിട്ടുന്ന കാര്യമായിരിക്കാം. മറ്റുള്ളവർ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യും, റെസ്പെക്ട് ചെയ്യും, അതും നല്ലതല്ലേ. ഓക്കെ, നമുക്ക് ഗണേശ മെസ്സേജസ് നോക്കാം. എംപ്രസിൻ്റെ കാർഡ്, എംപററിൻ്റെ കാർഡ്.
ബ്ലെസ്സിങ്. സോറി, ഞാനാകൊരു ബിഗിനിങ്സ്. ഓക്കെ, ഫുൾഫിൽമെൻറ്റ്. യെസ്, ഞാൻ പറഞ്ഞു. പെർസിവിയറൻസ്. വെരി ഗുഡ്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളിൽ ഒരു മാറ്റം വരികയാണ്, അങ്ങനെ എടുത്തോളൂ. ഓക്കെ, നിങ്ങൾ ചേഞ്ച് ആവുകയാണ്, നിങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പഠിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് കാര്യങ്ങൾ വന്നാലും നിങ്ങളെ ഒരു എന്തും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ മാറ്റമാണ്. ഓക്കെ, എനിക്ക് ഇവിടെ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ശക്തി, പവർ എന്ന രീതിക്കൊക്കെ പറയാം. ഇതൊരു എംപ്രസ് കാർഡ്, നമ്മുടെ എംപറർ കാർഡായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്ഥാനം കിട്ടുന്ന പോലെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് എടുക്കാം. ബ്ലെസ്സിങ്സ് ഉണ്ട് തീർച്ചയായിട്ടും. അത് നിങ്ങൾ ചെയ്ത എഫേർട്ടിൻ്റെ ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ പെർസിവിയറൻസ് പോലെ നിങ്ങൾ കവിടാതെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ 7 of Wands ഞാൻ പറഞ്ഞു, നിങ്ങളിട്ട പരിശ്രമം, ഓക്കെ, അതിൻ്റെ വിജയമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഓക്കെ, ഈ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്ത് എന്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടും ഐ തിങ്ക് നിങ്ങൾ ചാലഞ്ച് ഫേസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇഫക്റ്റ് ആണെന്ന്, റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ന്യൂ ബിഗിനിങ് എന്ന് കാണുന്നുണ്ട്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് തുടക്കം ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മാറ്റം, ഞാൻ പറഞ്ഞ പോലെ പ്രൊമോഷൻ കാര്യങ്ങളായിരിക്കാം. അതൊരു പുതിയ തുടക്കമാണല്ലോ അല്ലേ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി, ലൈക്ക് കുട്ടികൾ പാരൻസ് ആവാൻ പോകുന്നു എന്നുള്ള അങ്ങനത്തെ വല്ല കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഒരു പുതിയ തുടക്കം. നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ഫുൾഫിൽമെൻറ്റ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ആവുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടും. ഇതുവരെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എല്ലാത്തിനും, ഓക്കെ, അത് നിങ്ങളെ യൂണിവേഴ്സ് ബ്ലസ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, സോ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.